ഹായ്. ഇൻഡിവിജ്വൽ ഫുട്ടിങ് ഫൗണ്ടേഷൻസിൽ ഐസൊലേറ്റഡ് ഫുട്ടിങ്ങിന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഫുട്ടിങ് എന്ന്. അതായത് ബിൽഡിങ്ങിൻ്റെ ലോഡെല്ലാം ഒരു സിംഗിൾ കോളത്തിലൂടെ വന്ന് അത് നമ്മളുടെ മണ്ണിൽ ട്രാൻസ്ഫറായി അതിൻ്റെ മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അനുസൃതമായിട്ട് സേഫായിട്ട് നിർത്തുന്ന ആ ഒരു ഫുട്ടിങ്ങിനെ അല്ലെങ്കിൽ ഫുട്ടിങ് ഫൗണ്ടേഷനെയാണ് ഐസൊലേറ്റഡ് ഫുട്ടിങ് എന്ന് പറയുക. ഐസൊലേറ്റഡ് ഫുട്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വെയിറ്റിനെ നമ്മളുടെ ഫൗണ്ടേഷൻസ് ഉള്ള മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മണ്ണിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്ത് അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് ഉള്ള ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്ത് ബിൽഡിങ്ങിനെ സ്റ്റേബിൾ ആക്കുകയാണ് ഈ പറയുന്ന ഐസൊലേറ്റഡ് ഫുട്ടിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. സാധാരണ ഐസൊലേറ്റഡ് ഫുട്ടിങ് സ്ക്വയർ ഷേപ്പ്, റെക്ടാങ്കുലർ ഷേപ്പ്, സർക്കുലർ എന്നീ ഷേപ്പുകളാണ് കാണുന്നത്. അപ്പോൾ ഇത് ഏത് ഷേപ്പ് അല്ലെങ്കിൽ ഡെപ്ത് അതിൻ്റെ സൈസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതിലേക്ക് വരുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ്, അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഐസൊലേറ്റഡ് ഫുട്ടിങ്ങുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഫുട്ടിങ് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഫുട്ടിങ്ങിലേക്ക് വരുന്ന ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോഡ് കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഓരോ ഫുട്ടിങ്ങിലേക്കും വരുന്ന കോളം ഫ്രെയിമിലേക്ക് അതിലേക്ക് ഏതൊക്കെ ബീമുകളാണ് കണക്ട് ചെയ്യുന്നത്, ആ ബീമിലൂടെ വരുന്ന ലോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ലോഡ്സ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്. ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് മാത്രം അതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ലൈവ് ലോഡ് എന്ന് വെച്ചാൽ അതിലേക്ക് വരുന്ന നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുക, ഫർണിച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൂവബിളായിട്ടുള്ള നമ്മൾ എത്രയും ഒക്യുപ്പൻസ് ലോഡുണ്ട്, ഇതെല്ലാം കൺസിഡർ ചെയ്ത് പ്രോപ്പറായിട്ട് ലോഡ് കാൽക്കുലേഷനാണ് ഫുട്ടിങ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് സോയിൽ ഇൻവെസ്റ്റിഗേഷനാണ്. മണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഐസൊലേറ്റഡ് ഫുട്ടിങ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. വാട്ടർ ടേബിൾ മനസ്സിലാക്കണം. കാര്യം വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ ഫുട്ടിങ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാട്ടർ ടേബിൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ബെയറിംഗ് കപ്പാസിറ്റി പ്രോപ്പറായിട്ടുള്ള സോയിൽ ടെസ്റ്റിലൂടെ കണ്ടെത്തി അതിനനുസൃതമായിട്ട് വേണം ഈ നമ്മുടെ ഐസൊലേറ്റഡ് ഫുട്ടിങ് ഡിസൈൻ ചെയ്യാനായിട്ട്. അടുത്തത് ഫുട്ടിങ്ങിൻ്റെ സൈസിങ് ആണ്. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിയും കിട്ടി, നമ്മുടെ ഫുട്ടിങ്ങിലേക്ക് വരുന്ന ലോഡും കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ലോഡ് അല്ലെങ്കിൽ വെയിറ്റിന് അനുസൃതമായിട്ട് എത്ര ഏരിയയിലേക്ക് ഉള്ള ഫുട്ടിങ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആണ് ഫുട്ടിങ് സൈസിങ് എന്ന് പറയുന്നത്. അത് പല ഫാക്ടേഴ്സ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാറുണ്ട്. പലതരം ഫുട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു, റെക്ടാങ്കുലർ, സ്ക്വയർ, സർക്കുലർ. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ഷേപ്പിൽ, ബിൽഡിംഗ് സ്ട്രക്ചറിൽ ഏത് ജോമെട്രിയാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരിക, അതിൽ ഏത് ജോമെട്രിയിലാണ് ഏറ്റവും നല്ല ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുക, അത് നോക്കിയിട്ടാണ് ഫുട്ടിങ് സൈസിങ് ഡിസൈഡ് ചെയ്യുക. അടുത്തതായിട്ടുള്ളത് ഡിസൈൻ കാൽക്കുലേഷൻസ് ആണ്. ഇപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ മെത്തേഡ്സും കാൽക്കുലേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഫുട്ടിങ്ങിൻ്റെ ബേസും സൈസും ഒക്കെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിനകത്തേക്ക് വരുന്ന ഡയമെൻഷൻസ് എത്രയാണ്, അത് തിക്നെസ് എത്രയാണ്, അതോടൊപ്പം തന്നെ ഏത് ജോമെട്രിയാണ് വേണ്ടത്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ഡിസൈൻ കാൽക്കുലേഷൻസ് തീർച്ചയായിട്ടും എൻഷുർ ചെയ്യുന്നൊരു കാര്യമാണ് അതിലേക്കുള്ള ഷിയർ, ബെൻഡിങ്, അത് ഏതൊക്കെ അപ്ലൈഡ് ലോഡ്സ് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാലും ഒരു രീതിയിലും ഫെയിലിയർ ആവില്ല എന്ന് ഈ ഡിസൈൻ മെത്തഡോളജിയിലൂടെ, കാൽക്കുലേഷനിലൂടെ എഞ്ചിനീയേഴ്സ് എൻഷുർ ചെയ്തതിന് ശേഷമാണ് അത് ഫൈനലായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുക. അടുത്തത് ഡിസൈൻ സ്റ്റേജിലുള്ളൊരു കാര്യം റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് അതിൻ്റെ സൈസും ഷേപ്പും ഡെപ്തും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ്, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുക. അത് മെഷ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബോക്സ് ആയിട്ടായിരിക്കാം, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ. ആ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത്രയും എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഡിസൈഡ് ഡെപ്തിലേക്ക് ആവശ്യമായ എക്സ്കവേഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് അതിൻ്റെ ബേസ് പ്രിപ്പയർ ചെയ്യണം. സാധാരണ PCC ഇട്ടിട്ടാണ് ബേസ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഫുട്ടിങ് പ്ലേസ് ചെയ്യുക. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് അതിന് കവർ ടു റീഇൻഫോഴ്സ്മെന്റ്, കാര്യം ഇത് ഫൗണ്ടേഷനിൽ പോകുന്നതായതുകൊണ്ട് റസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട്
അതിൻ്റെ കവർ ടു റീൻഫോഴ്സ്മെന്റ് എല്ലാം കറക്റ്റായി പ്രോപ്പറായ ഗ്രേഡിംഗ് മിക്സിലൂടെ കോമ്പാക്ഷൻ ചെയ്ത് ആ ഒരു ജോമെട്രി ഷേപ്പിൽ ഫുട്ടിങ്ങുകൾ, ഐസൊലേറ്റഡ് ഫുട്ടിങ്ങുകൾ കാസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനെ സ്റ്റേബിൾ ആക്കി നിർത്താവുന്നതാണ്. ഐസൊലേറ്റഡ് ഫുട്ടിങ്ങിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഏറ്റവും ചീപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഐസൊലേറ്റഡ് ഫുട്ടിങ് എന്ന് പറയുന്നത്. ഏതൊരു ടെക്നീഷ്യനും മേസൺസിനും വളരെ സിമ്പിളായിട്ട് അതിൻ്റെ റീൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഈസി ടു കൺസ്ട്രക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഡിസൈന് നമ്മുടെ സ്പേസ് അനുസരിച്ചിട്ട് സ്റ്റേബിൾ ആവുന്ന രീതിയിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു മെത്തേഡ് ഓഫ് ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഐസൊലേറ്റഡ് ഫുട്ടിങ് എന്നുള്ളത്. ഈ അഡ്വാൻറ്റേജിനൊപ്പം ചില ലിമിറ്റേഷൻസും ഉണ്ട്. ഈ ലിമിറ്റേഷൻസിൽ ഏറ്റവും പ്രധാന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലോഡ് കപ്പാസിറ്റി, ലിമിറ്റഡ് ലോഡ് കപ്പാസിറ്റിയാണ്. നമുക്ക് ഒരു ഫുട്ടിങ്ങിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാവുന്ന ഒരു ലോഡുണ്ട്. അതിനപ്പുറത്തേക്ക് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫെയിൽ ആവും. അപ്പോൾ ഒരു നിശ്ചിത ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഷേപ്പിലേക്ക് വരാവുന്ന രീതിയിലുള്ള ബെയറിംഗ് കപ്പാസിറ്റി എടുക്കാവുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ലോഡ് മാത്രമേ ഈ ഐസൊലേറ്റഡ് ഫുട്ടിങ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു വലിയ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹെവി സ്ട്രക്ചേഴ്സ് ഒന്നും ഐസൊലേറ്റഡ് ഫുട്ടിങ് പ്രാക്ടിക്കലി വയബിൾ അല്ലാതെ വരുന്നു. രണ്ടാമത്തത് ഇതിന്റെ ചാൻസ് സെറ്റിൽമെന്റ്, അതായത് എക്സെൻട്രിക് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ചാൻസസ് ഉള്ളതാണ് ഈ ഐസൊലേറ്റഡ് ഫുട്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫുട്ടിങ് ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു കോളത്തിലേക്ക് ഫുട്ടിങ്ങിലേക്ക് കൂടുതലായിട്ട് ലോഡ് വന്നാൽ അത് മാത്രമായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നല്ല സ്റ്റേബിൾ അല്ലാത്തൊരു മണ്ണിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഐസൊലേറ്റഡ് ഫുട്ടിങ് ഫെയിലർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഐസൊലേറ്റഡ് ഫുട്ടിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതും എല്ലാവർക്കും ചെയ്യാവുന്നതും ഏത് കൺസ്ട്രക്ഷന് പറ്റുന്നതും, അതായത് മീഡിയം സ്ട്രക്ചർഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ബിൽഡിങ്ങുകൾക്കൊക്കെ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഐസൊലേറ്റഡ് ഫുട്ടിങ്. നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.